കശ്മീരി പണ്ഡിറ്റ് നേഴ്സായ സരള ഭട്ടിന്റെ കൊലപാതകത്തിന് 36 വർഷത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കശ്മീരി പണ്ഡിറ്റിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിയായ സരള ഭട്ടിന്റെ കൊലപാതകത്തിന് നീതി ലഭിക്കാൻ പോകുന്നത്. എന്താണ് കശ്മീരിൽ നടക്കുന്നത്? കാരണം അവിടെ ഈ ഒരു തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട് കശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച ക്രൂരതയും യാതനയുടെയും മറ്റൊരു ചിത്രമാണ് സരള ഭട്ടിനോട് ചെയ്ത ക്രൂരത. യാസിൻ മാലിക് എന്ന JKLF പ്രവർത്തകരും പാക് അധീനനായിട്ടുള്ള ഒരു പ്രവർത്തകരും സരള ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ശരീരഭാഗങ്ങളെല്ലാം പൊട്ടി നുറുക്കി അതിനെല്ലാം JKLF എന്ന് എഴുതിയിട്ട് റോഡ് സൈഡിൽ മറവ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സരള ഭട്ടിന്റെ തിരോധാനം അന്വേഷിച്ചവർക്ക് അവസാനം കണ്ടെത്താൻ കഴിഞ്ഞത് സരള ഭട്ടിന്റെ വെട്ടി നുറുക്കി കൊത്തി വഴിയരികിൽ ഉപേക്ഷിച്ച ബോഡിയാണ്, ശവശരീരമാണ്. 1990 തുടക്കത്തിൽ കശ്മീരിൽ താഴ്വരയെ നടുക്കിയ സംഭവത്തിന് ഏകദേശം 35 വർഷത്തിന്റെ പഴക്കമുണ്ട്. ജമ്മു കശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി SIA 737 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് JKLF തലവൻ മുഹമ്മദ് യാസിൻ മാലിക്കാണ് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. ശ്രീനഗറിലെ ഡാഡ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പതിറ്റാണ്ട് പഴക്കമുള്ള കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് ഇതൊരു ഒറ്റപ്പെട്ട ഭീകരാക്രമണമല്ലെന്നും 1990 കശ്മീരിൽ പണ്ഡിറ്റ് സമൂഹത്തിൽ ഭീതി പരത്തി അവരെ താഴ്വരയിൽ നിന്നും കുടിയേറ്റക്കാരായിട്ട് പലായനം ചെയ്യിക്കാൻ വേണ്ടി പണ്ട് മുതലേ കശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാട്ടം നടത്തിയിരുന്നു. നമുക്കറിയാം, കശ്മീരി പണ്ഡിറ്റുകൾ രാത്രിക്ക് രാത്രി കശ്മീരിൽ നിന്ന് പലായനം ചെയ്ത കഥ. മൈക്കിലൂടെ, അതായത് പള്ളികളിലൂടെ ഓതുന്ന മൈക്കിലൂടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മതം മാറുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം വിട്ടു പോകുക, അല്ലെങ്കിൽ തൽക്ഷണം നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നതായിരിക്കുമെന്ന് പള്ളികളിൽ നിന്നും 4 പാടുമുള്ള പള്ളികളിൽ നിന്നും അലർച്ച കേൾക്കുകയാണ്. ഈ ഒരു ഭീതിയിലാണ് അവിടെയുള്ള കശ്മീരി പണ്ഡിറ്റുകൾ രാമായണം രാത്രി കിട്ടുന്നതെല്ലാം പെറുക്കി അവിടെ നിന്ന് പലായനം ചെയ്ത കഥ. ഇതെല്ലാം പ്രൊപ്പഗണ്ടയാണെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുമ്പോഴും സരള ഭട്ടിന്റെ നീചമായിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇത് പ്രൊപ്പഗണ്ടയാണെന്ന് വിളിച്ചു പറയാൻ സാധിക്കുമോ? യാസിൻ മാലിക്കിനെ ഇനിയും നിങ്ങൾക്ക് വെള്ളപൂശാൻ സാധിക്കുമോ? മാത്രമല്ല, 2006 ഫെബ്രുവരിയിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗും യാസിൻ മാലിക്കും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇത്രയും വലിയൊരു തീവ്രവാദിയുടെയൊക്കെ കൂടെ തോളിൽ ഒരുമിച്ച് കൈ നീട്ടി വളരെ സ്നേഹത്തോടെ നിന്ന് ചിരിക്കാനൊക്കെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു? യഥാർത്ഥത്തിൽ ഇപ്പോൾ പലരും പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശരിക്കും പാകിസ്ഥാനെയും അല്ലെങ്കിൽ അമേരിക്കക്കാരുടെയൊക്കെ മുന്നിൽ മുട്ടുവളയ്ക്കുന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആരുടെ കീഴിലാണ് നിൽക്കുന്നതെന്ന്. കാരണം മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ, പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇവിടെ പല പാകിസ്ഥാന്റെ ഭീകരാക്രമണം ഏറ്റവും കൂടുതൽ നടന്നിരുന്നത്. ആ സമയത്ത് ഒരു തിരിച്ചടിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു അന്നത്തെ ഇന്ത്യ. അല്ലെങ്കിൽ തിരിച്ചടിക്കണമെന്ന് തനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ 2007 മുംബൈ താജ് ആക്രമണത്തില് തിരിച്ചടിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചടിക്കാൻ അമേരിക്ക സമ്മതിച്ചില്ല എന്നാണ് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ചിദംബരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം തെളിവുകൾ തന്നെയല്ലേ? ശരിക്കും സത്യത്തിൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയായിരുന്നോ, അതോ പാകിസ്ഥാന്റെ കുഴലൂത്തുകാരായിട്ടായിരുന്നോ ഇന്ത്യ ഭരിച്ചിരുന്നത്? ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പല അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഇന്ത്യ വിരുദ്ധതയായിട്ടാണ് സംസാരിക്കാറ്. ആ ഇന്ത്യ വിരുദ്ധത തന്നെയാണ്, പ്രീണനഭാവം തന്നെയാണ് ഇവർക്ക്, അതായത് കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിളിച്ചോതുന്നത്. ഇവിടെ കേരളത്തിൽ തന്നെ ഇത് വളരെ ശക്തമായിരിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ബംഗ്ലാദേശികൾ ആയ പലരും, ബംഗാളികളും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേബലിൽ കേരളത്തിൽ കുടിയേറി പാർത്തിരിക്കുന്നു. ചുറ്റും അവരുടെ നാട് എന്ന പോലെയാണ് പെരുമാറ്റമെല്ലാം. ഇവർക്ക്
തക്കതായ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും അതേപോലെ റേഷൻ കാർഡും എന്ത് വേണോ, ഒരു പാസ്പോർട്ട് പോലും തയ്യാറാക്കി കൊടുക്കാൻ വ്യാജ രേഖകൾ കെട്ടിച്ചമച്ച് കൊടുക്കാനായിട്ട് വലിയൊരു റാക്കറ്റ് തന്നെ ഇവിടെ കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ നിന്ന് പിടിച്ച മുംതാസ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുംതാസിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു കണ്ണി മാത്രമാണ്. ഇതേപോലെ കേരളത്തിലെ പല കണ്ണികളും ഉണ്ട്, പല റാക്കറ്റുകളും ഉണ്ട്. എന്താണോ അവർക്ക് വേണ്ടത് അതെല്ലാം കൊടുക്കാനായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കുടിയേറി പാർത്ത ബംഗ്ലാദേശികളും റോഹിംഗ്യൻ തീവ്രവാദികൾക്കെല്ലാം പാലൂട്ടി വളർത്തുന്നത് ഇവിടത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ കേരളത്തിലും ഇവരുടെ നല്ലൊരു ഒളിത്താവളമായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഈ മൻമോഹൻ സിംഗിന്റെ ഈ ഒരു ഫോട്ടോ തന്നെ അത് വിളിച്ചോതുന്ന ഉദാഹരണമാണ്. യാസിൻ മാലിക് എന്ന് പറഞ്ഞ കൊടിയ ക്രിമിനൽ ആണ്, മാത്രമല്ല JKLF-ന്റെ തലവനും കൂടിയാണ്. പാക് അധീനമായിട്ടുള്ള ഒരു പാക് മനോഭാവമുള്ള ഒരാളും കൂടിയാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സരള ഭട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. സൗറ SKMS ആശുപത്രിയിലെ നേഴ്സായിരുന്ന സരള ഭട്ട് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം, അതായത് 1990 ഏപ്രിൽ 18 ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ യാസിൻ മാലിക് തട്ടിക്കൊണ്ടുപോയത്. ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നീട് വെടിവെച്ചു കൊല്ലുകയുമായിരുന്നു. എന്നിട്ടാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത്. തൊട്ടടുത്ത ദിവസം ശ്രീനഗറിലെ മല്ലാബാഗ് ഒമൻ കോളനി റോഡിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ JKLF ചീഫ് കമാൻഡർ ആയിരുന്ന മുഹമ്മദ് യാസിൻ മാലിക്കാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. സംഭവം നടക്കുമ്പോൾ JKLF ചീഫ് കമാൻഡർ ആയിരുന്ന മുഹമ്മദ് യാസിൻ മാലിക്കാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനായിട്ട് നിർദ്ദേശം നൽകിയതെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമായിട്ട് ആരോപിക്കുന്നത്. മാലിക്കിന് പുറമെ പാക് അധീന കശ്മീരിലേക്ക് കടന്നുവെന്ന് കരുതപ്പെടുന്ന ഖുർഷിദ് അഹമ്മദ് ചൽക്കുവും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു 3 പേർ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും അവർ ഇതിനകം മരിച്ചു. ഇനി അവർ മരിച്ചതാണോ അതോ യാസിൻ മാലിക് കൊന്നതാണോ എന്ന് കൂടി അന്വേഷിച്ചാൽ കുറച്ചും കൂടി ഒരു വ്യക്തമായി കാണാം. എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ ഈ യാസിൻ മാലിക് മറ്റൊരു കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തടവിലാണ്. ആ തടവിലായിരിക്കുമ്പോഴാണ് മറ്റൊരു 36 വർഷത്തിന് ശേഷം നമ്മുടെ സരള ഭട്ടിന്റെ ഈ ഒരു കേസ് പൊന്തി വന്നിരിക്കുന്നത്. തുടക്കകാലത്തിൽ അവിടെ അന്വേഷിച്ചവരാരും ഈ ഒരു കേസിന് വലിയ വില കൊടുത്തിരുന്നില്ല. കാരണം സാക്ഷികൾ പറയാനായിട്ട് മുന്നോട്ട് വരുന്നവരെ മനഃപൂർവ്വം ഭീതിപ്പെടുത്തി തങ്ങളെ വെടിവെച്ച് കൊല്ലും, തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യാസിൻ മാലിക്കാണ് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ അവസ്ഥയൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി അവിടെ വളരെ സുതാര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. 36 വർഷത്തിനൊക്കെ ശേഷം നമ്മുടെ കശ്മീർ പണ്ഡിറ്റ് കൊല്ലാക്കൊല അനുഭവിച്ച സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇനി എന്താണെങ്കിൽ സരള ഭട്ടിന്റെ കൊലപാതകത്തിനെതിരെ യാസിൻ മാലിക് മറ്റൊരു കേസും കൂടി വരട്ടെ. മാക്സിമം എന്ത് ശിക്ഷയാണോ ഇതില് അനുഭവിക്കാൻ പറ്റുക അത്രയും ശിക്ഷ, കടുത്ത ശിക്ഷ യാസിൻ മാലിക്കിന് ലഭിക്കട്ടെ. യാസിൻ മാലിക് എന്ന് പറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനലും തീവ്രവാദിയും ടെററിസ്റ്റ് മനോഭാവമുള്ള തീവ്രവാദികളെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെല്ലാം പാലൂട്ടി വളർത്താനായിട്ട് ശ്രമിക്കുന്നത് നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് തന്നെ വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഒരുപോലെ വരികയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് കോൺഗ്രസ്സുകാരുടെയും ബാക്കി അതായത് തീവ്രവാദ മനോഭാവമുള്ളവരെ അനുകൂല നിലപാടുകളെല്ലാം വളരെ സുതാര്യമായിട്ട് മനസ്സിലാകുന്നതാണ്. ഈ സരള ഭട്ടിന്റെ ഈ ഒരു വിഷയത്തിൽ എന്താണ് കോൺഗ്രസ്സുകാർ ഇനി പറയുന്നതെന്ന് അനുസരിച്ചിരിക്കും അവരുടെ ഇപ്പോഴത്തെ നിലപാടും അന്നത്തെ നിലപാടും ഒരുപോലെ തന്നെയാണോ അതോ ആ ഒരു തെറ്റിൽ നിന്നും അവർ മാറി ചിന്തിച്ചോ എന്ന് കണ്ടു തന്നെ നമുക്കറിയാം.